കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്ന് ചേർന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് എൻ്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ഗലാത്യ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഗലാത്യ ലേഖനത്തിലെ വിഷയം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ന്യായപ്രമാണത്താൽ നീതീകരണം പ്രാപിക്കാൻ ഇച്ഛിച്ചു ഗലാത്യയിലെ വിശ്വാസികൾ. അതിനും കാരണം എന്ന് പറയുന്നത് യെരുശലേമിലെ 12 അപ്പോസ്തലന്മാരുടെ കീഴിലുള്ളായിരിക്കുന്ന ചിലർ വന്നിട്ട് ഗലാത്യയിലെ സഭയെ മറച്ചു കളഞ്ഞു. ന്യായപ്രമാണം കൂടെ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതോടുകൂടെ ന്യായപ്രമാണം കൂടെ ചെയ്യണം. അത് യെരുശലേമിലെ സഭ അതാ ചെയ്തിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. യെരുശലേമിലെ സഭ ന്യായപ്രമാണം കൂടെ ചെയ്ത് പോന്നിരുന്നവരായിരുന്നു. അവരുടെ വിളിയും തെരഞ്ഞെടുപ്പും വേറെയാണ്. കൃപായുഗത്തിലെ രക്ഷിത ഗണമല്ല യെരുശലേമിലെ സഭ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനതെല്ലാം മുൻ വീഡിയോകളിലൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മുൻ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. യെരുശലേമിന്റെ സഭ സ്വർഗരാജ്യത്തിന്റെ പദ്ധതിയിലുള്ളതാണ്. അതുകൊണ്ട് അവർ ന്യായപ്രമാണമാണ് ഫോളോ ചെയ്തത്. കർത്താവായി യേശുക്രിസ്തു 3.5 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ന്യായപ്രമാണമാണ് പഠിപ്പിച്ചത്. ഈ കാര്യം നമ്മൾ ആരും വിസ്മരിക്കരുത്. അപ്പൊ പിന്നെ യെരുശലേമിലെ സഭ അതല്ലാതെ പിന്നെ എന്താ ചെയ്യുക? യെരുശലേമിലെ സഭ അത് തന്നെയാണ് ചെയ്തത്. അപ്പം അവിടെ നിന്ന് ചിലർ വന്നിട്ട് ഗലാത്യയിലെ സഭയിൽ പൗലോസ് അപ്പോസ്തലന്റെ സുവിശേഷത്താൽ വിശ്വസിച്ച് കൂട്ടമായി കൂടിയ ഗലാത്യയിലെ സഭകളിൽ വന്നിട്ട് അവർ പഠിപ്പിച്ചു, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതൊക്കെ കൊള്ളാം, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതോട് കൂടെ എന്ത് ചെയ്യണം? നിങ്ങൾ ന്യായപ്രമാണം കൂടെ ഫോളോ ചെയ്യണം, എങ്കിലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് പൗലോസ് വളരെ കർക്കശമായിട്ട് വളരെ കോപത്തോടു കൂടെ ഗലാത്യയിലെ സഭയിലെ വിശ്വാസികളെ വിമർശിച്ചുകൊണ്ട് എഴുതുന്നതായിരിക്കുന്ന ഒരു ലേഖനമാണ് ഗലാത്യ ലേഖനം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പൗലോസ് അവരോട് പറയുന്നത്, ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന സുവിശേഷത്തിന് വിരുദ്ധമായി പറയുന്നവൻ ശപിക്കപ്പെട്ടവൻ. അങ്ങനെയുള്ളവൻ ആരായാലും ദൈവത്തിന്റെ ശിക്ഷാവിധി ചുമക്കും. അവൻ അങ്ങനെ നിങ്ങളെ വഞ്ചിച്ച് കളയുന്നേക്കാളും നല്ലത് അവൻ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളാം എന്നെല്ലാം പറയുന്ന കാര്യങ്ങളെല്ലാം മുൻ ക്ലാസ്സുകളിലൂടെ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഗലാത്യ ലേഖനത്തിന്റെ വിഷയം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഗലാത്യ ലേഖനത്തിന്റെ വിഷയം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ന്യായപ്രമാണത്താലല്ല ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണം കൊണ്ട് ആരും നീതീകരിക്കപ്പെടുകയില്ല. പിന്നെയോ നീതീകരിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിലുള്ളായിരിക്കുന്ന വ്യക്തിപരമായ വിശ്വാസത്താൽ മാത്രമാണ് വിശ്വാസികൾ നീതീകരിക്കപ്പെടുന്നത് എന്നുള്ളായിരിക്കുന്ന വിഷയമാണ് ഈ ഗലാത്യ ലേഖനത്തിലെ വിഷയം. ഗലാത്യ ലേഖനം മുഴുവൻ ആ ഒരൊറ്റ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂമിലൂടെ പഠിച്ച വാക്യങ്ങൾ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ളായിരിക്കുന്ന വാക്യങ്ങളാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അതിന്റെ 6-ാമത്തെ വാക്യം മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങളാണ്. 6-ാമത്തെ വാക്യം മുതൽ നമുക്കതൊന്ന് വായിക്കാം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവിൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിന് മുൻകൂട്ടി അറിയിച്ചു. എങ്ങനെ? എന്നാൽ ദൈവം വിശ്വാസം മൂലം, അബ്രഹാമിനോടുത്ത വാഗ്ദത്തം മൂലമല്ല, അബ്രഹാം എങ്ങനെ നീതിമാനായി തീർന്നോ അതേ വ്യവസ്ഥ. അതേത് വ്യവസ്ഥയാ? അബ്രഹാം നീതിമാനായി തീർന്ന വ്യവസ്ഥയാണ് അനുസരണത്താലാണോ പ്രവൃത്തിയാലാണോ? അല്ലല്ലോ. അബ്രഹാം നീതിമാനായി തീർന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നല്ലേ. ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോരാൻ പറഞ്ഞപ്പോൾ അബ്രഹാം ഒന്നും ചോദ്യം ചെയ്യാതെ പുറപ്പെട്ടു. 100 വയസ്സുള്ളപ്പോൾ മകൻ ജനിക്കും എന്ന് പറഞ്ഞപ്പോഴും അബ്രഹാം അത് വിശ്വസിച്ചു. മകൻ ജനിച്ച് 10-13 വയസ്സായപ്പോൾ ആ ഏകജാതനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ മകനെ ജീവനോട് തിരിച്ചു തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും, അതുകൊണ്ട് പറഞ്ഞത് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് അവന് നീതിയായി കണക്കിട്ടു. അതുപോലെ തന്നെ നമ്മളും ദൈവത്തിൽ വിശ്വാസത്താൽ മാത്രം നീതീകരണം പ്രാപിക്കുന്നു. അതവിടെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അപ്പൊ ഈ ഒരു വ്യവസ്ഥ കൊണ്ട് എന്താ, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അബ്രഹാമിനോടുത്ത വാക്തത്വം കൊണ്ടല്ല കേട്ടോ. ഇന്നത്തെ വിശ്വാസ സമൂഹം ഉണ്ടായിരിക്കുന്ന ജാതികളുടെ രക്ഷ അബ്രഹാമിനോടുത്ത വാക്തത്വം കൊണ്ടല്ല. ഞാനത് വ്യക്തമായി പറയട്ടെ. ഇന്നത്തെ സഭ, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ഇന്നത്തെ സഭയിൽ രൂപം കൊണ്ടത് അബ്രഹാമിനോടുത്ത വ്യവസ്ഥ കൊണ്ട്, വാക്തത്വം കൊണ്ടല്ല. ഇവിടെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് എന്ന് പറഞ്ഞാൽ ദൈവം അത് മുന്നമേ അറിഞ്ഞിരിക്കൊണ്ട് വിശ്വാസത്താൽ മാത്രം നീതീകരണം വരുന്നതായിരിക്കുന്ന ഒരു സമൂഹം ലോകത്തിലുണ്ട് എന്നുള്ള കാര്യം ദൈവം മുൻകണ്ടിട്ട് അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാമിനോട് ആദ്യമായിട്ട് ആ സുവിശേഷം പറഞ്ഞു, നിന്നിൽ സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം
അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നത്. എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? അബ്രഹാം വിശ്വസിച്ചു, ദൈവത്തിൽ വിശ്വസ്തത അവന് നീതിയായി കണക്കിട്ടു. നമ്മളും ദൈവത്തിൽ വിശ്വസിച്ചു, അതാ നമ്മുടെ നീതീകരണത്തിലുള്ള വ്യവസ്ഥ. ഈ വിശ്വാസം എന്ന ഏക വ്യവസ്ഥയിലാണ് അബ്രഹാമും നമ്മളും എല്ലാവരും ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അബ്രഹാം നമ്മുടെ അപ്പനാന്ന് പറയാം ഒരർത്ഥത്തിൽ. എങ്ങനെ? അബ്രഹാം ആണ് ശരിക്കും ആദ്യം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ച ആള്. നമ്മളും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് മാത്രം ഒരു പ്രവൃത്തിയും കൂടാതെ നീതീകരണം പ്രാപിക്കുന്നവരാകുന്നതുകൊണ്ട് നമ്മൾ അബ്രഹാമിന്റെ മക്കളാണെന്ന് പറയാം. അബ്രഹാം നമ്മുടെ അപ്പനാണെന്ന് പറയാം. ഒരു സംശയവുമില്ല. അനുഗ്രഹിക്കപ്പെടുന്നു. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ അവിടെ പറഞ്ഞത് അതാണ്. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളതായിരിക്കുന്ന ക്രിസ്തീയ ലോകത്തിലേക്ക് നോക്കുക. ക്രിസ്തീയ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സഭക്കാരും, എല്ലാ വേർപെട്ട സഭക്കാരും, വിശ്വാസികളെന്ന് പറയുന്നവരൊക്കെ പറയുന്നത് എന്നറിയാമോ? അബ്രഹാമിന് അന്ന് കൊടുത്തതായിരിക്കുന്ന വാഗ്ദത്തത്താലാണ് ഇന്നത്തെ ജാതികളുടെ രക്ഷ ഉളവായത് എന്ന്. അല്ല കേട്ടോ. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്താലുള്ള ജനസമൂഹം അല്ല നമ്മള്. അത് മനസ്സിലാക്കണം. ദൈവത്തിന്റെ മനസ്സിൽ ഇന്നത്തെ ഈ രക്ഷിത ഗണവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം അബ്രഹാമിനോടൊരു സുവിശേഷം പറഞ്ഞു. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം ഞാനൊരു വാക്യം വായിക്കാം. ആ വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 22-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. അവിടെ വായിക്കുന്ന, നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം, നിനക്ക് തന്ന വാഗ്ദത്ത പ്രകാരം അല്ല. നമ്മൾ തെറ്റിദ്ധരിക്കുക. വചനം പഠിക്കുമ്പോൾ ഉള്ളതുപോലെ പഠിക്കണം. നിനക്ക് തരുന്ന ഈ വാഗ്ദത്ത പ്രകാരം പിന്നെ ജാതികൾ രക്ഷപ്പെടുന്നല്ല. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. ആരായി സന്തതി? നോക്കിക്കേ, ഗലാത്യ ലേഖനം തന്നെ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിച്ചേ. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. നോക്കിയേ, അത് ക്രിസ്തു തന്നെ. നമ്മൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട? അബ്രഹാമിനോടുത്ത വാഗ്ദത്ത പ്രകാരമാണോ? അല്ലാട്ടോ, അബ്രഹാമിനോടുത്ത വാഗ്ദത്ത പ്രകാരമല്ല. ഞാനത് തെളിയിച്ചു തരാം നിങ്ങൾക്ക്. അബ്രഹാമിനോടുത്ത വാഗ്ദത്ത പ്രകാരമല്ല എന്ന്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു. ആ സന്തതി, അത് ഏകനെ കുറിച്ചാണ് പറഞ്ഞത്. ആ ഏകനായിരിക്കുന്ന സന്തതി ക്രിസ്തുവാണ്. ആ വാഗ്ദത്തം അബ്രഹാമിന് മാത്രം കൊടുത്താണോ? അല്ല. അബ്രഹാമിന് കൊടുത്തായിരിക്കുന്ന വാഗ്ദത്തം അബ്രഹാമിന് അത് ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ യഹൂദ ജനത്തിന് ലഭിക്കണമെങ്കിൽ അത് ക്രിസ്തുവിലൂടെയേ ലഭിക്കൂ. നിങ്ങൾ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ കുറെ ഉണ്ട്. നിന്റെ സന്തതി പിന്നെ എന്താണ്, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള ജനതകൾ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്ന് നമ്മളിപ്പോൾ വായിച്ചു വാക്യം. വേറെ, നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശമൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരുമെന്ന് വാഗ്ദത്തം. നിന്റെ സന്തതിക്ക്. ആരെ സന്തതി? ക്രിസ്തു. ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്. അബ്രഹാമിനോട് ധാരിക്കുന്ന വാഗ്ദത്തം, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 430 സംവത്സരം അടിമകളായി പാർക്കുമെന്ന് നീ അറിയുന്നല്ലോ. ഇവിടെയെല്ലാം എന്തുകൊണ്ട് ഈ സന്തതി എന്ന് ഏകവചനം ഉപയോഗിച്ചേ? ഇസ്രായേൽ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ജനത മുഴുവനായിട്ടും ക്രിസ്തുവിലാണുള്ളത്. ക്രിസ്തുവിൽ അബ്രഹാമിനോട് പറയുമ്പോൾ എന്താണ്, നിന്റെ സന്തതി ഈ വണ്ണം പെരുകും. എങ്ങനെ? കടൽക്കരയിലെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും നിന്റെ സന്തതി പെരുകുന്നു. സന്തതികൾ പെരുകുന്നല്ല. നിങ്ങൾ വായിച്ചു നോക്കിയേ, പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങൾ വായിച്ചു നോക്കിയേ. നിന്റെ സന്തതി പെരുകും. അതങ്ങനെ ഈ സന്തതി പെരുകുന്നത്? അതാ ഞാൻ പറഞ്ഞത്. ഇസ്രായേൽ എന്ന് പറയുന്നതായിരിക്കുന്ന ജനത മുഴുവൻ, ആ ഒരു വർഗം മുഴുവൻ ക്രിസ്തുവിലാണുള്ളത്. ക്രിസ്തുവിനെ കൂടാതെ അവർക്കൊരു വാഗ്ദത്വവും ഇല്ല. അവരുടെ ഒരു വാഗ്ദത്വവും നിറവേറുകയില്ല. ക്രിസ്തുവിനെ കൂടാതെ അവർക്ക് രാജ്യവും കിട്ടില്ല, ദേശവും കിട്ടില്ല, ഒന്നുമില്ല. അവർക്ക് ഒരു അനുഗ്രഹവും വരികയുമില്ല. ക്രിസ്തുവിലാണ് വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണമുള്ളത്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിക്കുന്നത് ക്രിസ്തുവിലാണ് എന്നുള്ളത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ഈ യഹൂദ ജനത എന്താ ചെയ്തേ? ഈ യഹൂദ ജനത പറഞ്ഞു, അവനെ ഞങ്ങൾക്ക് വേണ്ട,
അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക, ഞങ്ങൾക്ക് പീലാത്തോസിന് ഞങ്ങൾക്ക് ബറവാസിനെ ഞങ്ങൾക്ക് വിട്ടു തന്നാൽ മതി, ഇവനെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് രാജ്യവും കിട്ടിയില്ല. ആ ജനത മുടിഞ്ഞ് 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 ഇത്രയും കാലം ഒരു 1948 വരെ ആ ജനത ഭൂമുഖത്ത് അശേഷം മുടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കുറെ പേര് ബാക്കി വന്നു, അവർക്ക് അവസാനം ഇപ്പോൾ രാജ്യം കൊടുത്തു. ഇപ്പൊ ഇസ്രായേലിന് രാജ്യമുണ്ട്. എന്തുകൊണ്ടാ? അവരുടെ വാക്തത്വം, അവരുടെ അവരുടെ എന്താ അവരുടെ രക്ഷകനായിരിക്കുന്ന അവരുടെ ക്രിസ്തുവിലാണ് ഉള്ളത്. ക്രിസ്തുവിനെ കൂടാതെ യഹൂദ ജനത ഒരു കാലത്തും ഗുണം പിടിക്കുകയില്ല, ഒരു കാലത്തും വിജയം വരിക്കുകയില്ല, ഒരു കാലത്തും അവർക്കുള്ളായിരിക്കുന്ന വാക്തത്വങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ നിറവേറുകയില്ല. നിന്റെ സന്തതി മുഖാന്തരം എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിലുള്ളായിരിക്കുന്ന വ്യക്തികളെല്ലാം, സഭകളെല്ലാം പറയും ഇന്നത്തെ ജാതികളുടെ രക്ഷ എന്ന് പറയുന്നതും അബ്രഹാമിനോടുത്ത വാക്തത്വ പ്രകാരമാണ് ഇന്ന് ജാതികൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അല്ല കേട്ടോ. ഇവിടെ എന്താ പൗലോസ് പറഞ്ഞറിയോ? ഈ പറയുന്നതായിരിക്കുന്ന ഗലാത്യ ലേഖനത്തിലും റോമ ലേഖനം 4-ാം അധ്യായത്തിലും ഒക്കെ പൗലോസ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്നറിയാവോ? അബ്രഹാമിന്റെ വാക്തത്വം നിലവിലുണ്ട്. നമുക്കത് വന്നത് എങ്ങനെയാ? ക്രിസ്തുവിൽ നമ്മളും ക്രിസ്തുവിലാ ഉള്ളത്. നമ്മളും ക്രിസ്തുവില. നമ്മൾ അബ്രഹാമിന്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ടവരല്ല. നമ്മള് രക്ഷപ്പെട്ടത് ക്രിസ്തുവിലാണ്. നോക്കിയ ഇവിടെ വായിക്കുന്ന നോക്കിയേ, അബ്രഹാമിന്റെ അനുഗ്രഹം 14-ാം വാക്യം, 3-ാം അധ്യായം 14-ാം വാക്യം, ഗലാത്യ ലേഖനം. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് എങ്ങനെയാ വന്നത്? അബ്രഹാം എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടത്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പൊ അബ്രഹാമിന് അനുഗ്രഹം വന്നത് വിശ്വാസത്തല്ല. നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ വിശ്വസിക്കുന്നു, ആ വിശ്വാസം നമുക്ക് നീതിയായി, അല്ലെങ്കിൽ ആ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്നു. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കിന്ന് രക്ഷ വന്നത് എങ്ങനെയാ? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ അനുഗ്രഹമാണ്. ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അബ്രഹാമിന് ദൈവത്തിന്റെ ആത്മാവുണ്ടായിരുന്നു കേട്ടോ. ദൈവാത്മാവ് അബ്രഹാമിന് എങ്ങനെയാണ് ലഭിച്ചതെന്നറിയാമോ? വിശ്വാസത്താൽ. നാമും അബ്രഹാമിനെ പോലെ വിശ്വസിച്ചു. വിശ്വാസം എന്ന ഏക വ്യവസ്ഥ, ആ വ്യവസ്ഥ, അതായത് അബ്രഹാമും ദൈവത്തിൽ വിശ്വസിച്ചു, അവന് ദൈവത്തിന്റെ ആത്മാവിനെ കിട്ടി. നാമും ദൈവത്തിൽ വിശ്വസിച്ചു, നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ കിട്ടി. നമ്മൾ എങ്ങനെയാ ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചാണോ നമ്മൾ വിശ്വസിച്ചേ? അല്ലല്ലോ. അബ്രഹാം എന്താ വിശ്വസിച്ചേ? അബ്രഹാം വിശ്വസിച്ച എന്താണെന്ന് റോമാലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. റോമാലേഖനം അതിന്റെ 4-ാം അധ്യായത്തിൽ അബ്രഹാം എന്താണ് വിശ്വസിച്ചത് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അവിടെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാമേ. 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവ് ആകേണ്ടത് തന്നെ. എന്താ അബ്രഹാം വിശ്വസിച്ചേ? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ അബ്രഹാം വിശ്വസിച്ച ദൈവത്തിന് ഇതെല്ലാം കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. തന്റെ മകനെ യാഗം അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ എന്റെ മകനെ കൊന്നാല് എന്റെ മകനെ ജീവനോട് തിരിച്ചു തരാൻ തക്കവണ്ണം കഴിവുള്ളവനാണ് എന്നോട് സംസാരിച്ചവൻ, എന്നോട് വാഗ്ദത്തം ചെയ്തവൻ കഴിവുള്ളവനാണെന്ന് വിശ്വസിച്ചു. താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളും വിശ്വസിച്ചു. വിശ്വാസം എന്ന വ്യവസ്ഥയിൽ നമ്മുടെ പിതാവാരാ? വിശ്വാസം എന്ന വ്യവസ്ഥയിൽ നമ്മുടെ പിതാവാരാ? അബ്രഹാം. വിശ്വാസം എന്ന വ്യവസ്ഥയിൽ നാം അബ്രഹാമിന്റെ മക്കളാ. നമുക്ക് മുമ്പേ ദൈവത്തിൽ വിശ്വസിച്ച വ്യക്തിയാണ് ആര്? അബ്രഹാം. പക്ഷെ അബ്രഹാമിന്റെ വിശ്വാസം ആണോ നമ്മുടെ വിശ്വാസം? അല്ല. അബ്രഹാമിന്റെ വിശ്വാസം അല്ല നമ്മുടെ വിശ്വാസം. ഞാനത് വായിച്ചു കേൾപ്പിക്കാം, നോക്കിക്കോളൂ. നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നതല്ലോ എന്ന് പറഞ്ഞാൽ തിരുവെഴുത്ത് ഈ വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നത് കൊണ്ട് തിരുവെഴുത്തിലൂടെ ദൈവം ഈ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി പറഞ്ഞു. കാരണം വിശ്വാസത്താൽ ഒരു സമൂഹം രക്ഷപ്പെടുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. മറ്റാർക്കും അറിയില്ല, അബ്രഹാമിനും അറിയില്ല. എന്നാൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടതുപോലെ തന്നെ വിശ്വാസത്തിന്റെ ഒരൊറ്റ വ്യവസ്ഥ കൊണ്ട് മാത്രം നീതീകരിക്കപ്പെടുന്ന ഒരു സമൂഹമുണ്ട്. ജാതികളിൽ നിന്നൊരു സമൂഹമുണ്ടെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം അബ്രഹാമിനോട് എന്ത് പറഞ്ഞു?
പിന്നെ എന്താണ്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് അറിഞ്ഞുകൂടാ, സ്വന്തമായിട്ടൊരു മകൻ പോലും ഇല്ലാത്തായിരിക്കുന്ന അബ്രഹാമിന് ബഹുജാതികൾക്ക് പിതാവാകും എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നാലും ദൈവം അബ്രഹാം എന്ത് ചെയ്തു? പറഞ്ഞവൻ ആരാണ് എന്നുള്ളതായിരിക്കുന്ന പരിപൂർണ നിശ്ചയം കൊണ്ട് അബ്രഹാം വിശ്വസിച്ചു. പറഞ്ഞവൻ നിവർത്തിപ്പാൻ ശക്തൻ എന്നുള്ളതായിരിക്കുന്ന അടിയുറച്ച വിശ്വാസത്താൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടു. അപ്പം ദൈവം സംഭവിക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ മുൻ കണ്ടതുകൊണ്ടാണ് പിന്നെ എന്താണ്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അദ്ദേഹം പറഞ്ഞ ഒരു സ്വന്തമായിട്ടൊരു മകൻ പോലും ജനിക്കാത്ത സമയത്ത്, ഇസഹാക്ക് പോലും ജനിക്കാത്ത സമയത്ത് ബഹുജാതികൾക്ക് പിതാവാകും എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചു എന്ന് പറഞ്ഞേ. കാരണം വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ ശക്തനാണെന്ന് അറിയാവുന്ന അബ്രഹാം ദൈവത്തിൽ അത് വിശ്വസിച്ചു. ആ വിശ്വാസം അബ്രഹാമിന് നീതിയായി കണക്കിട്ടു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാക്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാക്തത്വം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. ഈ വിശ്വാസമാണ് അബ്രഹാമിനെ നീതിമാനായി കണക്കിട്ടത്. അബ്രഹാമിനെ പോലെ തന്നെ നാമും മറ്റൊരു കാര്യം, അബ്രഹാം വിശ്വസിച്ച കാര്യമല്ല നമ്മൾ വിശ്വസിച്ച, അബ്രഹാമിനെ പോലെ നാമും ഒരു കാര്യം ദൈവത്തിൽ വിശ്വസിച്ചു. അത് നമുക്ക് നീതിയായി കണക്കിട്ടു. അത് അല്ലാതെ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം, നിന്നിൽ സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടുന്നുള്ളതായിരിക്കുന്ന വാഗ്ദത്ത പ്രകാരമുള്ളതായിരിക്കുന്ന ഒരു ജനതയല്ല, ഒരു കൂട്ടമല്ല, ഒരു ജാതീയ കൂട്ടമല്ല നമ്മൾ. അത് ഞാൻ തെളിയിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. എന്നാൽ നമ്മളും അബ്രഹാമിന്റെ മക്കളെ ഏത് വിധത്തിൽ, ഏത് രീതിയിൽ, വിശ്വാസം എന്ന വ്യവസ്ഥയുടെ രീതിയിൽ അബ്രഹാം വിശ്വസിച്ച് നീതിയിരിക്കപ്പെട്ടതുപോലെ നമ്മളും വിശ്വാസത്തിൽ നീതിയിരിക്കപ്പെടുന്നു. ഇതെല്ലാം ദൈവത്തിന് മുന്നമേ അറിയാമായിരുന്നു. നമ്മളെയും ദൈവത്തിന് മുന്നമേ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അബ്രഹാമിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സമൂഹമുണ്ട്, അല്ലെങ്കിൽ പിന്നെ നീ ബഹുജാതികളുടെ പിതാവായി തീരും, നിന്റെ സന്തതി മുഖാന്തരം ജാതികൾ അനുഗ്രഹിക്കപ്പെടും എന്നെല്ലാം അബ്രഹാമിനോട് പറഞ്ഞത് ഈ കാലത്തെ രക്ഷാ പദ്ധതി ദൈവത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം കൊണ്ടല്ല. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം നിറവേറുന്ന കാര്യം ഏതാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. ഈ പിന്നെ എന്താണ്, ഇന്ന് തന്നെ ഈ ഗലാത്യ ലേഖന പഠനത്തിലൂടെ ഞാനത് തെളിയിച്ചു തരാം. നോക്കുക, വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. എന്ന് പറഞ്ഞാൽ അബ്രഹാം വിശ്വസിച്ചത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്ന അവനെ വിചാരിച്ച് മാത്രമല്ല, അബ്രഹാമിനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെയാവുന്നു. ഇന്ന് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസം മാത്രമാണ് രക്ഷയ്ക്കുള്ള ഏക വ്യവസ്ഥ. ഒരു ന്യായപ്രമാണത്തിന്റെ ചട്ടങ്ങളും വേണ്ട, ഒരു പ്രവൃത്തിയും വേണ്ട, യാതൊന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഒരു പ്രവൃത്തിയും ചെയ്തേക്കല്ലേ. ആത്മരക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്താൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ നിസ്സാരവൽക്കരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ പാപത്തിന്റെ ശുശ്രൂഷകനാക്കിയാണ് ചെയ്യുന്നത്. നമ്മുടെ കർത്താവ് പാപത്തിന്റെ ശുശ്രൂഷകനല്ല. ഒരു മനുഷ്യൻ തന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യനെ പൂർണ്ണമായി രക്ഷിപ്പാൻ തക്കവണ്ണം അവൻ പ്രാപ്തനാണ്. അതിന് എൻ്റെ വകയായിട്ട് എന്തെങ്കിലും കുറച്ച് പ്രവൃത്തികളും കൂടി ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കർത്താവിന്റെ രക്ഷണീയ പ്രവൃത്തി അപൂർണമാണെന്ന് ഞാൻ എണ്ണുകയാണ്. അറിയാമോ? അതുകൊണ്ട് നിങ്ങൾ ആരും രക്ഷയ്ക്കായി ഒരു പ്രവൃത്തിയും ചെയ്യില്ലേ. ദൈവത്തിൽ വിശ്വസിക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക. അബ്രഹാം എന്താ വിശ്വസിച്ചെന്ന് മേലെ പറഞ്ഞല്ലോ. തന്റെ ശരീരം നിർജീവമായി പോയിട്ടും ഒരു മകൻ ജനിക്കുമെന്ന് വിശ്വസിച്ചു. സാറയുടെ ശരീരം നിർജീവമായി വയസ്സ് എന്ന് വൃദ്ധയായിട്ടും മകൻ ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു. പിന്നെ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ള ദൈവം തന്റെ മകനെ യാഗം അർപ്പിക്കാൻ പറഞ്ഞാൽ അർപ്പിച്ചാലും എൻ്റെ മകനെ ജീവനോട് തിരിച്ചറിയാൻ കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. അങ്ങനെ അബ്രഹാം പല കാര്യങ്ങളാണ് വിശ്വസിച്ചത്. അബ്രഹാം നമ്മൾ വിശ്വസിച്ച കാര്യമൊന്നുമല്ല വിശ്വസിക്കുന്നത്. പക്ഷെ വിശ്വാസം എന്ന വ്യവസ്ഥയിൽ അബ്രഹാം നമ്മുടെ അപ്പനാണ്, നാം അബ്രഹാമിന്റെ മക്കളാണ്. ഈ കാര്യം മനസ്സിലായല്ലോ. താഴേക്ക് വായിക്കുക. നമ്മൾ എന്താ വിശ്വസിക്കുന്നത് നോക്കുക. അത് അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആവുന്നു. നമ്മളെന്താ വിശ്വസിക്കുന്നത് താഴെ പറയാണ്. 24-ാം വാക്യം, റോമാലേഖനം 4-ാം അധ്യായം 24-ാം വാക്യം കേട്ടോ. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. നമ്മളെന്താ വിശ്വസിച്ചത്? അബ്രഹാം വിശ്വസിച്ചാണോ വിശ്വസിച്ചേ? അല്ലല്ലോ.
എന്താ വിശ്വസിച്ചെ? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. നമ്മുടെ നീതീകരണം അങ്ങനെയാ വന്നേ. അബ്രഹാമിന്റെ വിശ്വാസം അല്ല നമ്മുടെ വിശ്വാസം. പക്ഷെ വിശ്വാസം എന്ന വ്യവസ്ഥ ഒന്നാ. വിശ്വാസം എന്ന 3 അക്ഷരമില്ലേ, ആ അക്ഷരത്തിന്റെ വാക്കില്ലേ വിശ്വാസം, അതിൽ നമ്മളും അബ്രഹാമും എല്ലാം ഒരുപോലെയാന്ന്. ആ വിധത്തിൽ വിശ്വാസം എന്ന വ്യവസ്ഥയിൽ അബ്രഹാം നമ്മുടെ അപ്പനാ, നാം അബ്രഹാമിന്റെ മക്കളാ. ഓക്കെ, മനസ്സിലായോ? ആ ഒരു ഈ കാലത്തെ രക്ഷിത ഗണത്തെ മുൻകണ്ടിട്ട് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതി എന്ന് പറഞ്ഞ ഏകനെ കുറിച്ചാണ്. ആ ഏകനായ ക്രിസ്തുവിലൂടെയാണ് നാം രക്ഷിക്കപ്പെട്ടത് എന്ന് നമ്മൾ ഇപ്പൊ വായിച്ചല്ലോ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ക്രിസ്തു യേശുവിലെ ജാതികൾക്ക് വരുന്നത്. അബ്രഹാമിന്റെ വാഗ്ദത്ത പ്രകാരമല്ല. അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം അതേപോലെ തന്നെ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന അനുഗ്രഹം, വിശ്വാസത്താൽ അബ്രഹാം പ്രാപിച്ച വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിശ്വാസം എന്ന ഒരേ വ്യവസ്ഥയിൻ പ്രകാരം നാമും ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുന്നു. നോക്കിയേ, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തക്കവണ്ണം തന്നെ. കാര്യം മനസ്സിലായല്ലോ? അബ്രഹാമിൻ്റെ ഉള്ള വാഗ്ദത്തതല്ല ഇന്നത്തെ ജാതികളുടെ രക്ഷ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അബ്രഹാമിന്റെ അനുഗ്രഹത്താലാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടത്. അഥവാ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയെ കണക്കിട്ട് അതവൻ അനുഗ്രഹമായി തീർന്നു. അതേ അനുഗ്രഹം നമുക്കും വിശ്വാസത്താൽ കൈവന്നു. നമ്മുടെ വിശ്വാസം അബ്രഹാമിന്റെ വിശ്വാസമല്ല. ക്രിസ്തു യേശു നമുക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരിച്ചും നമ്മുടെ പാവങ്ങൾ നിമിത്തം മുറിവേറ്റും നമുക്ക് വേണ്ടി അവൻ മരിക്കുകയും എഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നാം നീതീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു ചോദ്യം, അബ്രഹാമിന്റെ ഈ അനുഗ്രഹം അല്ലെങ്കിൽ അബ്രഹാമിൽ കൊടുത്തായിരിക്കുന്ന ഈ വാഗ്ദത്തം, എന്താ വാഗ്ദത്തം? നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതായിരിക്കുന്ന വാഗ്ദത്തം ഇന്നത്തെ രക്ഷിത ഗണമല്ല, ഇന്നത്തെ സഭയല്ലെങ്കിൽ അത് എപ്പോൾ നിവർത്തിക്കപ്പെടും എന്ന് നിങ്ങൾ ചോദിക്കും അല്ലേ? ഞാൻ ഇന്നത്തെ സഭ, ഇന്നത്തെ ജാതികളുടെ കൂട്ടം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരമുള്ളതായിരിക്കുന്ന സമൂഹമല്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ചില തെളിവുകൾ തരട്ടെ. ഞാൻ തെളിവ് തരട്ടെ. ഇന്നത്തെ ഈ രക്ഷിത ഗണം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തിൽ നിന്ന് ഉളവായതല്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ചില തെളിവുകൾ തരാം. എഫെസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 4 മുതലുള്ളായിരിക്കുന്ന വാക്യം, 3 മുതലുള്ളായിരിക്കുന്ന വാക്യം, എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് പൗലോസ് പറയുന്നത് തനിക്കൊരു ദൈവകൃപ ലഭിച്ചു എന്നാണ്. എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പൗലോസ് പറയാണ് ഒരു മർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? മുൻകാലങ്ങളിൽ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്തതും ദൈവം രഹസ്യമാക്കി സൂക്ഷിച്ചതും ആദ്യമായിട്ട് ഒരാൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതുമായിരിക്കുന്ന കാര്യത്തെയാണ് മർമ്മം, മിസ്റ്ററി, രഹസ്യം എന്ന് പറയുന്നത്. അപ്പൊ പൗലോസോട് പറയാണ്, എനിക്കൊരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് നിങ്ങൾ വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. ഇപ്പോൾ അവന്റെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നൊക്കെ പറഞ്ഞാലേ 12 അപ്പോസ്തലന്മാരുടെ കാര്യമൊന്നുമല്ല കേട്ടോ. ഉയരത്തിലേക്ക് പോയി ഈ ബോഡി ഓഫ് ക്രൈസ്റ്റിന് ദൈവം കൊടുത്തതായിരിക്കുന്ന അപ്പോസ്തലന്മാരാണ്. ഉയരത്തിൽ കയറി അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, നമ്മൾ വായിക്കുന്നില്ലേ, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചു എന്ന് പറഞ്ഞില്ലേ? എപ്പോൾ നിയമിച്ചു എന്ന്? ഉയരത്തിലേക്ക് പോയിട്ട് സ്വർഗാരോഹണം ചെയ്തിട്ട് സ്വർഗത്തിൽ നിന്ന്. അത് ബോഡി ഓഫ് ക്രൈസ്റ്റിന് കൊടുത്തായിരിക്കുന്ന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷകന്മാരും ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും അല്ലാതെ 12 അപ്പോസ്തലന്മാരുടെ കാര്യമല്ല പറഞ്ഞത്. പൗലോസോട് പറയുന്നത് നിങ്ങൾ കേൾക്കുക, നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ച് എനിക്ക് വെളിപ്പെട്ടു വന്നായിരിക്കുന്ന മർമ്മം എന്താണെന്ന് പൗലോസ് പറയുകയാണെ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ, നേരിട്ട് പറഞ്ഞു കൊടുത്തല്ല, ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ
പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതോ ആ മർമ്മം എന്താന്ന് പറയാ? അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും. കണ്ടോ, ജാതിക്ക് എന്തായിരുന്നു ആ മർമ്മം, എന്തായിരുന്നു ആ രഹസ്യം? ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരത്തിനും വാക്തത്വത്തിൽ പങ്കാളികളാകണം എന്നുള്ളത് തന്നെ. ഇതാ പൗലോസിന് വെളിപ്പെട്ട മർമ്മം, ജാതികളുടെ രക്ഷാപദ്ധതി. ഇത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നതാണ്. ഇത് ഇതിനു മുമ്പ് ആർക്കും വെളിപ്പെടാത്തതാണ്. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരമല്ല നമ്മുടെ രക്ഷ. നമ്മുടെ രക്ഷ എന്നുള്ളത് പൂർവ്വകാലങ്ങളിൽ ആരും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല, ആരിലൂടെയും വെളിപ്പെടുത്തിയിട്ടില്ല, ഒരു പ്രവാചകനിലൂടെയും വെളിപ്പെട്ടിട്ടില്ല. അബ്രഹാം ഒരു പ്രവാചകനായിരുന്നേ, എന്നാൽ ഈ അബ്രഹാമിന് പോലും വെളിപ്പെടുത്തിയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ, അബ്രഹാമിന് നിന്റെ സന്തതി മുഖാന്തര ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയാതിരിക്കുന്ന കാര്യം ഇനി അബ്രഹാമിലൂടെ നിവൃത്തിയാകാനിരിക്കുന്നതേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഇനി നിവൃത്തിയാവും. ഞാൻ അതും തെളിവ് ഞാൻ നിങ്ങൾക്ക് നിരത്തി കാണിച്ചു തരാം. ഇവിടെ പറയുന്നത് ജാതികളുടെ ഈ കാലത്തെ രക്ഷ എന്ന് പറഞ്ഞാൽ പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നായിരിക്കുന്ന മഹാരഹസ്യമാണ്, പൗലോസിന് മാത്രം വെളിപ്പെട്ട കാര്യമാണെന്ന് പറയാ. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളാകണം എന്നുള്ളത് തന്നെ. ആ സുവിശേഷത്തിന് ഞാൻ എന്ന് പറഞ്ഞ പൗലോസ് തന്നെ കുറിച്ചാണ് പറയാ. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച, ആർക്ക് ലഭിച്ച? പൗലോസിന് മാത്രം ലഭിച്ച, എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. നോക്കിയ, സകലവും സൃഷ്ടിച്ച ദൈവത്തില് എന്ത് മറഞ്ഞു കിടന്നു? അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മം. എന്താ മർമ്മം? ജാതികൾ വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചുള്ള മഹാരഹസ്യം. അതാ ഞാൻ പറഞ്ഞത്, അബ്രഹാമിനോട് വാഗ്ദത്ത പ്രകാരം അല്ല ഇന്നത്തെ ജാതികളുടെ രക്ഷ. ഇത് അനാദികാലം മുതൽ ദൈവത്തിൽ മാത്രം മറഞ്ഞു കിടന്ന, നോക്കിയേ, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം അറിവായി വന്നിരിക്കുന്നു. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എന്ന് പറഞ്ഞാൽ ആരെന്നറിയാവോ? സാത്താന്യ ഭരണകൂടങ്ങൾക്ക് പോലും ഈ രക്ഷാ പദ്ധതി മനസ്സിലായത് ഈ കൃപായുഗ സഭയിലൂടെയാണ്. പൗലോസിലൂടെ ഈ സഭ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം സാത്താന്യ ഭരണകൂടങ്ങൾക്ക് പോലും ഇത് മനസ്സിലായതെന്ന്. കാരണം ദൈവം ഈ സീക്രട്ട് ആർക്കും വെളിപ്പെടുത്താതെ ഇന്നത്തെ രക്ഷാ പദ്ധതി, ഇന്നത്തെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്ന ജാതികളുടെ രക്ഷാ പദ്ധതി ഒരു കാലത്തും ആർക്കും വെളിപ്പെടുത്താതെ അനാദികാലം മുതൽ ദൈവം തന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചതായിരിക്കുന്ന മഹാമർമ്മമായിരുന്നു, രഹസ്യമായിരുന്നു. ഈ രഹസ്യം വെളിപ്പെടുത്തിയത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിലൂടെയാണ്. പൗലോസിനാണ് ഇത് വെളിപ്പെടുത്തി കൊടുത്തത്. ഇത് വെളിപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ, പൗലോസിലൂടെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇന്നത്തെ സാത്താന്യ ഭരണകൂടങ്ങൾ പോലും അതറിയുന്നത്. അഥവാ അതിനു മുമ്പെങ്ങാണം ഇത് തിരുവെഴുത്തിലൂടെ ഈ സത്യം എവിടെയെങ്കിലും, അബ്രഹാം ആകട്ടെ, പഴയ നിയമ പ്രവാചകന്മാരാകട്ടെ, ആരുമാകട്ടെ, ആരെങ്കിലും ഇത് പറഞ്ഞു പോയിരുന്നെങ്കിൽ നമ്മൾ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ സാത്താൻ ഏത് വിധവും കർത്താവിന്റെ ക്രൂശിനെ തടുക്കുമായിരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെ തടുക്കുമായിരുന്നു. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്ന്. കർത്താവിനെ ക്രൂശിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് രക്ഷയുണ്ടായിരുന്നു. കർത്താവ് ക്രൂശിൽ മരിക്കേണ്ടുന്ന ആവശ്യകത വ്യക്തമായിരുന്നത് കൊണ്ട് ദൈവം ഈ മഹാരഹസ്യം, ഇന്നത്തെ സഭ എന്ന രഹസ്യം ദൈവം തന്റെ ഹൃദയത്തിൽ മറച്ചു സൂക്ഷിച്ചിരുന്നു. ആ സൂക്ഷിച്ചു വെച്ച മർമ്മം സ്വർഗത്തിലേക്ക് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷം പൗലോസിനെ, പാപികളിൽ ഒന്നാമനായ പൗലോസിനെ വിളിച്ച് വേർതിരിച്ചതിന് ശേഷം പൗലോസിലാണ് ആദ്യമായിട്ട് ഈ മഹാരഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ആ രഹസ്യം എന്താ? ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്താൽ പങ്കാളികളും
ആകണമെന്നുള്ളത് തന്നെ. അതാ ഞാൻ പറഞ്ഞത്, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്ത പ്രകാരമല്ല ഇന്നത്തെ ജാതികളുടെ രക്ഷ എന്ന്. ലോകത്തിലെ 99% സഭകളും പഠിപ്പിക്കുന്നത് എന്താ? അബ്രഹാമിന്റെ വാഗ്ദത്ത പ്രകാരമാണ് ഇന്നത്തെ ജാതികളുടെ രക്ഷാ പദ്ധതി വന്നിരിക്കുന്നതെന്നല്ലേ? അല്ലേ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്യം വായിച്ചത്. ഞാൻ ഒരു വേദഭാഗം കൂടെ വായിക്കാം. കൊലോസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ഏത് സഭയുടെ? മണവാട്ടി സഭയുടെ അല്ല കേട്ടോ. മണവാട്ടി സഭയല്ല. മണവാട്ടി സഭ യഹൂദന്റെ സഭയാണ്. സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ഏത് സഭയുടെ എന്നറിയാമോ? കർത്താവിന്റെ ശരീരമാകുന്ന സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ആ സഭ പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. വ്യക്തമല്ലേ? പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും എന്ത് വെളിപ്പെട്ടു വന്നില്ല? ഈ കാലത്തെ രക്ഷണ്യ സഭ അഥവാ ഗ്രൂപ്പ് ആകുന്ന സഭ, ആ കർത്താവിന്റെ ശരീരമാകുന്ന സഭ പൂർവകാലങ്ങളിലും തലമുറകൾക്കും വെളിപ്പെട്ടു വരാത്തതായിരിക്കുന്ന മഹാമർമ്മമായിരുന്നു, രഹസ്യമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അബ്രഹാമിന്റെ വാഗ്ദത്ത പ്രകാരമല്ല നമ്മളൊന്നും ഉണ്ടായിട്ടുള്ളത്. ഇതൊരു കാലത്തും ദൈവം ആർക്കും വെളുത്തി കൊടുക്കാത്ത കാര്യമാണ്. അപ്പൊ ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും ഒരു ചോദ്യം, എന്താണെന്നറിയാമോ? അപ്പൊ പിന്നെ അബ്രഹാമിന്റെ വാഗ്ദത്തം എപ്പോഴാണ് നിറവേറുക? അബ്രഹാമിന് കൊടുത്തില്ലേ, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞത് എപ്പോഴാണ് നിറവേറുക? ഇന്നത്തെ നിറവേറൽ അല്ലെങ്കിൽ പിന്നെ ഇനി ഒരു കാലഘട്ടം ഉണ്ടോ അങ്ങനെ എന്നൊരു ചോദ്യം ചോദിച്ചേക്കാം. ഉണ്ട് എന്നാണ് അതിന് വ്യക്തമായിരിക്കുന്ന ഉത്തരം. ഞാനത് നിങ്ങളെ തിരുവെഴുത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. ഞാൻ വായിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആ കാര്യകാരണങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഈ യഹൂദന്മാരിലൂടെ തന്നെ യഹൂദ മതാനുസാരികളായി അനേക ജാതികള് രക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം. എന്താ പറഞ്ഞേ? യഹൂദന്മാരിലൂടെ യഹൂദ മതാനുസാരികളായി അനേക ജാതികൾ രക്ഷ പ്രാപിക്കണം എന്നുള്ളത് ദൈവം മുന്നമേ തീരുമാനിക്കപ്പെട്ടതാണ്. ആ വാഗ്ദത്തമാണ് ശരിക്കും അബ്രഹാമിന് കൊടുത്ത നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത്. അത് സംഭവിച്ചോ? സംഭവിക്കുമായിരുന്നു. യഹൂദൻ എന്ന പ്രോഗ്രാം താൽക്കാലികമായി ദൈവം സ്റ്റോപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ, ദൈവം അത് നിർത്തിവെച്ചില്ലായിരുന്നുവെങ്കിൽ, ആ യഹൂദനെ വീണ്ടെടുത്ത ആ 12 അപ്പോസ്തലന്മാരെയും ആ ചെറിയ കൂട്ടത്തെ എല്ലാം വീണ്ടെടുത്തപ്പോൾ അത് തുടർമാനമായി അവർക്ക് പെന്തക്കോസ്ത് പരിശുദ്ധാത്മാവിനെ കൊടുത്ത് തുടർമാനമായി ആ പ്രക്രിയ മുമ്പോട്ട് പോവുകയായിരുന്നെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിലേക്ക് ഉടനെ പ്രവേശിക്കുമായിരുന്നു. മഹാപീഡനം എന്ന 7 വർഷത്തെ മഹാപീഡന ശുദ്ധീകരണ കാലം, യഹൂദിനെ സംബന്ധിച്ചുള്ള ശുദ്ധീകരണ കാലം കഴിഞ്ഞിട്ട് 1000 ആണ്ടിലേക്ക് വേഗം പ്രവേശിക്കുമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു തിരിച്ചു വന്ന് അവരുടെ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുമായിരുന്നു. എന്നാൽ എന്താ സംഭവിച്ചത്? യഹൂദൻ എന്ന് പറയുന്നതായിരിക്കുന്ന ജാതി കർത്താവായി യേശു ക്രിസ്തുവിനെയും തള്ളിക്കളഞ്ഞു, പിതാവായി ദൈവത്തെയും തള്ളിക്കളഞ്ഞു, പരിശുദ്ധാത്മാവിനെയും തള്ളിക്കളഞ്ഞു, കർത്താവ് എഴുന്നേൽപ്പിച്ചിരിക്കുന്ന 12 അപ്പോസ്തലന്മാരെയും തള്ളിക്കളഞ്ഞു, ഈ വിശ്വാസത്തെ, യേശു ക്രിസ്തു എന്ന വിശ്വാസത്തെയും തള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം യഹൂദൻ എന്നുള്ളതായിരിക്കുന്ന ആ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തു. അല്ലായിരുന്നെങ്കിൽ നേരെ 1000 ആണ്ടിലേക്ക് കടക്കുകയും 1000 ആണ്ടിൽ അനേക ജാതികൾ യഹൂദ മതാനുസാരികളായി രക്ഷ പ്രാപിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവം ആ പ്രോഗ്രാം നിർത്തി. അതിനുശേഷമാണ് അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്ന ഈ മഹാരഹസ്യം വെളിപ്പെടുത്താൻ വേണ്ടി അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ വിളിക്കുകയും ഇന്നത്തെ കൃപായുഗ വിശ്വാസികളുടെ രക്ഷ എന്നുള്ളതായിരിക്കുന്ന ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത്. കൃപായുഗം എന്ന് പറയുന്ന യുഗം തന്നെ തുറന്നത് അതിനുശേഷം ആ യഹൂദൻ എന്ന പ്രോഗ്രാം താൽക്കാലികമായി നിർത്തിയിട്ടാണ്. ഈ കൃപായുഗ വിശ്വാസികളുടെ പൂർണ്ണസംഖ്യ ചേർന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ പൂർണ്ണസംഖ്യ ചേർന്ന് കഴിയുമ്പോൾ കർത്താവ് മധ്യാകാശ വരികയും ഈ സഭയെ ഉൾപ്രവണത്തിൽ അങ്ങോട്ട് ചേർക്കുകയും ചെയ്യും. അങ്ങോട്ട് ചേർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സഭ എന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ എന്ന പരിപാടി ഭൂമിയിൽ എന്നേക്കുമായി ഫുൾ സ്റ്റോപ്പിടും, അവസാനിച്ചു കഴിയുമ്പോൾ നിർത്തിവെച്ച 2000 കൊല്ലം മുമ്പ് കർത്താവ് നിർത്തിവെച്ചതായിരിക്കുന്ന യഹൂദൻ എന്ന പ്രോഗ്രാം വീണ്ടും ആരംഭിക്കും. 7 വർഷത്തെ മഹാപീഡനം യഹൂദനെ ശുദ്ധീകരിക്കാനുള്ളതാ. സർവ്വലോകത്തിലും വരും, എന്നാൽ യഹൂദനെ മുഖ്യമായിട്ടും ശുദ്ധീകരിക്കുന്ന പ്രക്രിയ 7 വർഷത്തെ മഹാപീഡനം അത് അവർക്ക് സംഭവിക്കും. ഈ സഭയുടെ ഉൽപ്രവണം കഴിഞ്ഞതിന് ശേഷം അത് സംഭവിക്കുന്നത്. അത് യഹൂദന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതാണ്.
ആ ഒരാഴ്ച വട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനം ചെയ്യും എന്നൊക്കെ പറയുന്നില്ലേ? ആ കാര്യമാണ് പറയുന്നത്. 7 വർഷത്തെ മഹാപീഡനം വരും. മഹാപീഡനം വന്നു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടവരെയും കൊണ്ട് 1000 ആണ്ട് വാഴാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഒലിവുമലയിൽ പ്രത്യക്ഷനാകും. കർത്താവായ യേശു ക്രിസ്തു ഒലിവുമലയിൽ പ്രത്യക്ഷനാകുമ്പോൾ ആയി കഴിഞ്ഞിട്ട് ഈ ഭൂമിയെ 1000 ആണ്ട് കർത്താവ് തന്റെ നീതിയോടെ തന്റെ വിശുദ്ധന്മാരുമായി ഈ ഭൂമിയെ വാഴും. യഹൂദന്മാർ ലോകത്തിൽ 1-ാം സ്ഥാനത്തേക്ക് ഉയരും. ഇന്ന് ലോകത്തിൽ മുഴുവൻ അവജ്ഞാപാത്രമായിരിക്കുന്ന മുസ്ലിം സമൂഹങ്ങളെല്ലാം ഒന്നടങ്കം പറയുന്ന ഈ ജാതിയെ ഭൂലോകത്തുനിന്ന് മുറിച്ചു കളയെന്ന് പറയണേ. ആ വിധത്തിൽ അവഗണിക്കപ്പെട്ടതായിരിക്കുന്ന ഈ ജനത്തെ ലോകത്തിന്റെ നടുവിൽ 1-ാം സ്ഥാനത്തേക്ക് ഉയർത്തി അവരെ കൊണ്ട് ലോകം ഭരിക്കപ്പെടുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് 1000 ആണ്ട് എന്ന് പറയുന്നത്. യേശു ക്രിസ്തു അവരുടെ രാജാതിരാജാവായിരുന്ന് യഹൂദനെ കൊണ്ട് ലോകത്തെ ഭരിക്കുന്ന കാലഘട്ടമാണത്. ഓക്കെ, ആ കാലഘട്ടത്തിൽ എന്താവുന്നറിയാമോ? ലോകത്തിലുള്ള അനേക രാജ്യങ്ങളിൽ നിന്ന് അനേക ജാതികളും യെരുശലേമിലേക്ക് ഒഴുകി വരും. യെരുശലേമിലേക്ക് ദൈവം നിങ്ങളുടെ കൂടെ മാത്രമേ ഉള്ളൂ, ഞങ്ങളും നിങ്ങളുടെ കൂടെ പോരുന്നു എന്ന് പറയും. അനേക ജാതികൾ രക്ഷപ്പെടും. എങ്ങനെ രക്ഷപ്പെടുന്നു? ഇന്നത്തെ നമ്മുടെ രക്ഷ പോലെയാണോ? അയ്യോ, ഇന്നത്തെ നമ്മുടെ രക്ഷ പോലെയല്ല, സൗജന്യമായ രക്ഷയല്ല. അന്ന് ജാതികൾ വന്നിട്ട് യെരുശലേമിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം? അവര് ന്യായപ്രമാണം അനുസരിക്കണം, അവര് യാഗങ്ങൾ അർപ്പിക്കണം, വഴിപാടുകൾ അർപ്പിക്കണം. യെരുശലേമിൽ ദേവാലയമുണ്ട്, ആ യെരുശലേമിൽ പുരോഹിതന്മാരുണ്ട്. പിന്നെ അവരവിടെ വന്നിട്ട് പരിചാരണ ഏൽക്കണം, ന്യായപ്രമാണത്തിന്റെ ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കണം. സൗജന്യമായ രക്ഷയല്ല. ഈ കാലത്തിൽ നമ്മുടെ രക്ഷയെ പോലെ ഇത്രമാത്രം ഭാഗ്യകരമായിരിക്കുന്ന ഒരു രക്ഷാ പദ്ധതി ലോകത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇതിനുശേഷം ഇനി ഒരിക്കലും ഉണ്ടാകുകയുമില്ല. അത്ര വലിയ സൗജന്യമായ രക്ഷാ പദ്ധതിയാണ് ഈ കൃപായുഗ വിശ്വാസികളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും തുറന്നു തന്നിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന മഹാഭാഗ്യം ക്രിസ്തുവിനോട് കൂടെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ വാഴാനുള്ളായിരിക്കുന്ന അധികാരമാണ്. ആ അധികാരം ഇനി ലോകത്തിൽ ആർക്കും കിട്ടിയില്ല, യഹൂദന് പോലും ലഭിക്കുകയില്ല. അത് നമുക്ക് മാത്രമുള്ള പദവിയാണ്. ഈ കാലത്തിലെ ജാതികളുടെ രക്ഷ പോലെയല്ല ഈ കൃപായുഗ ക്രിസ്തു യേശുവിന്റെ ശരീരമാകുന്ന സഭയുടെ മഹത്വം അല്ല അവർക്ക് കിട്ടുന്നത്, ഈ രക്ഷയും അല്ല അവർക്ക് കിട്ടുന്നത്. അനേക ജാതികൾ യെരുശലേമിലേക്ക് വരും. എന്തുകൊണ്ട് അവർ യെരുശലേമിലേക്ക് വരുന്നതെന്നറിയാമോ? യെരുശലേമിൽ ദേവാലയം ഉണ്ട്. ആ ദേവാലയം ദൈവ തേജസ് കൊണ്ട് രാവും പകലും ഭേദമില്ലാതെ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കും. ആ കാഴ്ച കണ്ടിട്ട് ജാതികൾ അന്ന് പറയും, അയ്യോ, പൊന്നും വെള്ളിയും മരവും കല്ലും കൊണ്ടുള്ളായിരിക്കുന്ന വിഗ്രഹങ്ങളെ തുരപ്പനെലിക്ക് നരിച്ചീറുകൾക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പോകാം, ഇനി നിങ്ങൾ ഞങ്ങളുടെ ദൈവമല്ല, ഒരു ദൈവമേ ഈ പ്രപഞ്ചത്തിനുള്ളൂ, അത് യഹൂദന്മാരുടെ ദൈവമായിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമാണ്. അങ്ങനെ പറഞ്ഞ് ഇന്ന് മദീനയിൽ തീർത്ഥാടകർ വരുന്നതിനേക്കാൾ 100 ഇരട്ടി തീർത്ഥാടകർ അന്ന് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ജാതികളിൽ നിന്ന് യെരുശലേമിലേക്ക് വരികയും യെരുശലേമിൽ ഇസ്രായേലിന്റെ ദൈവത്തെ അന്വേഷിച്ചു വരികയും അവർ യഹൂദ മതാനുസാരികളായി രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ഈ വാഗ്ദത്തമാണ് അബ്രഹാമിന് പണ്ട് കൊടുത്തത്. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളായിരിക്കുന്ന വാഗ്ദത്തം. അതാണ് അവിടെ നടന്നത്. എന്നാൽ അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് വന്നു എങ്ങനെ? ക്രിസ്തു യേശുവിൽ. അതെങ്ങനെയാ? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് അതവനെ നീതിയാക്കി. റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും പൗലോസ് പറയുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് അതവനെ നീതിയെ കണക്കിട്ടു. അതേ വിശ്വാസത്തിൽ നാം നീതിയിരിക്കപ്പെടുന്നു. ആ വിധത്തിൽ അബ്രഹാം നമ്മുടെ അപ്പനാണ്. വിശ്വാസം എന്ന ഒരു വ്യവസ്ഥയിൽ അബ്രഹാം നമ്മുടെ അപ്പനാണെന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്വമല്ല ഇന്നത്തെ രക്ഷാപദ്ധതി. ഇന്നത്തെ രക്ഷാപദ്ധതി അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്ന മർമ്മമാണ്, പൗലോസിന് മാത്രം വെളിപ്പെട്ട കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 1000 ആണ്ട് വാഴ്ച കാലത്ത് എന്ത് സംഭവിക്കും? അനേക ജാതികൾ ഒഴുകി യെരുശലേമിലേക്ക് വരും, യഹൂദ മതാനുസാരികളായി തീരും. നിങ്ങൾക്ക് ഒരു കാര്യം അറിയണോ? ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ടോ? ശരിക്കും എന്തിനാ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് പത്രോസിനെ നിർബന്ധിച്ച് തുപ്പട്ടിയുടെ ദർശനമൊക്കെ കാണിച്ച് പത്രോസിനെ നിർബന്ധിച്ച് അയച്ചെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വാതിൽ തുറക്കാനാ. ഏതാ? യഹൂദ മതാനുസാരികളായി. കൊർന്നല്യോസ് ഒരു യഹൂദ മതാനുസാരിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കൊർന്നല്യോസ് രക്ഷിക്കപ്പെട്ട് കൂടിയതായിരിക്കുന്ന സഭ ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങളുടെയൊക്കെ മുൻ വീഡിയോകൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളം അത് മനസ്സിലാവും. കൊർന്നല്യോസ് യഹൂദ മതാനുസാരിയാണ്. കൊർന്നല്യോസ് വിശ്വാസത്തിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ യെരുശലേം സഭയിലെ ഭാഗമായിട്ടാണ് തീരുന്നത്, അഥവാ സ്വർഗരാജ്യ സഭയുടെ ഭാഗമായിട്ടാണ് തീരുന്നത്, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയുടെ ഭാഗമായിട്ടല്ല. എന്തിനാ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് പത്രോസിനെ നിർബന്ധിച്ച് അയച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? നിർബന്ധിച്ച് അയച്ചതിന്റെ കാരണം എന്ന് പറയുന്നത്, ആ വാതില് 1000 ആണ്ടിൽ അനേക ജാതികൾ കൊർന്നല്യോസിനെ പോലെ യഹൂദ മതത്തിലേക്ക് ചേർന്ന് രക്ഷ പ്രാപിക്കാനുള്ള വാതിൽ
സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഏൽപ്പിക്കപ്പെട്ടവനായിരിക്കുന്ന പത്രോസിലൂടെ തുറക്കണമായിരുന്നു. ഇതാണ് ശരിക്കും കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടന്നത്. അത് മനസ്സിലാക്കുക. അങ്ങനെ ആ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അത് അന്നേ തുടർന്ന് അനേക ജാതികൾ യഹൂദ മതാനുസരികളെ രക്ഷപ്പെടുമായിരുന്നു. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളായിരിക്കുന്ന വാക്തത്വം അങ്ങനെ കണ്ടിന്യൂ ആകണമായിരുന്നു. എന്നാൽ അത് സ്റ്റോപ്പ് ചെയ്ത്, യഹൂദൻ എന്ന പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തപ്പോൾ ആ പ്രകാരമുള്ള ജാതികളുടെ രക്ഷയും സ്റ്റോപ്പായി പോയി. എന്നാൽ ഇനി കർത്താവായ യേശു യഹൂദനോട് ഇടപെടുമ്പോൾ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് അനേക ജാതികൾ ഒഴുകി യെരൂശലേമിലേക്ക് വരികയും അവർ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പക്ഷത്തേക്ക് ചേരുകയും ചെയ്യും. കൊർന്നല്യോസിനെ പോലെ ചേരുകയും ചെയ്യും. ആ അബ്രഹാമിയ വാക്തത്വം അതാണ്. അതിനീ നിറവേറും. സഖരിയാ പ്രവചനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. അന്നാളിൽ എന്ന് പറഞ്ഞാൽ 1000 ആണ്ടിൽ, അതാണ് അവിടെ അന്നാളിൽ. അതിന്റെ മേലെ വായിക്കും പറയാം. അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. നോക്കിയേ, അന്നാളിൽ. അതിൻ്റെയൊക്കെ കാര്യം പറയുന്നത് എന്നെ 10-ാം വാക്യം തൊട്ട് വായിക്കാം. സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യ വസിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ സന്ദർഭം മനസ്സിലായില്ലേ? എപ്പോഴാ കർത്താവ് അവരുടെ മധ്യ വസിക്കുന്ന? യഹൂദന്മാരുടെ മധ്യ. ഈ സഖരിയാ പ്രവചനമൊക്കെ യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എപ്പോഴാ സിയോൻ പുത്രിയുടെ മധ്യ കർത്താവ് വസിക്കുന്നത്? 1000 ആണ്ടില്. ആ കാര്യം ഇവിടെ പറയുന്നത്. സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യ വസിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നാളിൽ ഞാൻ നിന്റെ മധ്യ വസിക്കുന്ന കാലത്ത് പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. ഞാൻ നിന്റെ മധ്യ വസിക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുകയും ചെയ്യും. നോക്കി എത്ര വ്യക്തമായിട്ട്. പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായിട്ട് തീരും. എത്ര വ്യക്തം അല്ലെ? 8-ാം അധ്യായം, സഖരിയാ പ്രവചനം 8-ാം അധ്യായത്തിലേക്ക് വരാം. 8-ാം അധ്യായത്തിന്റെ 20 മുതൽ 23 വരെയുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. 20 മുതൽ 23 വരെയുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇനി ജാതികളും അനേക പട്ടണങ്ങളിലെ നിവാസികളും വരുവാനിടയാകും. എങ്ങോട്ട് വരും? യെരൂശലേമിലേക്ക് വരും. മനസ്സിലാകുന്നോ? ഇനി ജാതികളും അനേക പട്ടണങ്ങളിലെ നിവാസികളും വരുവാൻ ഇടയാകും. ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിലേക്ക് ചെന്ന്, ഇതൊക്കെ ജാതീയ പട്ടണത്തെ കുറിച്ച് പറയുന്നത്. ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിലേക്ക് ചെന്ന്, വരുവിൻ, നമുക്ക് യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കേണ്ടതിനും പോകാം എന്ന് പറയും. ഞാനും പോരുന്നു എന്ന് ആ പട്ടണത്തിലുള്ളവരും വിളിച്ചു പറയും. എങ്ങോട്ട് പോരുന്നു എന്ന്? യെരൂശലേമിലേക്ക് പോകാമെന്ന്. അവിടെ മാത്രമേ ദൈവ സാന്നിധ്യമുള്ളൂ. യെരൂശലേം ദേവാലയം വെട്ടിത്തിളങ്ങാണ്. രാവും പകലും പ്രകാശപൂരിതമായിരിക്കുകയാണ്. കൃത്രിമ വെളിച്ചം കൊണ്ടല്ല, സ്വർഗീയ ദൈവത്തിന്റെ തേജസ്സുണ്ട്. അപ്പൊ പിന്നെ ജാതികൾ എങ്ങോട്ടാ പിന്നെ പോവുക? വേറെ ഉള്ളായിരിക്കുന്ന ഇന്ന് കടന്നായിരിക്കുന്ന പള്ളികളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും മറ്റു തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും പോവുമോ? എല്ലാവരും എവിടേക്കേ പോവുള്ളൂ? യെരൂശലേമിലേക്ക് പോകും. അവിടെയുള്ളൂ ദൈവ സാന്നിധ്യം. അതാണ് ഇവിടെ പറയുന്നത്. പോകാം, ഞാനും പോരുന്നു എന്ന് പറയും. അങ്ങനെ അനേക ജാതികളും ബഹുവംശങ്ങളും യെരൂശലേമിൽ സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിപ്പാനും യഹോവയെ പ്രസാദിപ്പിപ്പാനുമായി വരും. ഇതിൽ കൂടുതൽ എങ്ങനെയാ വ്യക്തമാക്കണ്ടേ? അനേക ജാതികളും യഹോവയെ അന്വേഷിപ്പാനും സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിപ്പാനും യഹോവയെ പ്രസാദിപ്പിപ്പാനുമായി വരും. സൈന്യങ്ങളുടെ യഹോവ പ്രകാരം അരുളിച്ചെയ്യുന്നു, ആ കാലത്ത് ജാതികളുടെ സകല ഭാഷകളിൽ നിന്ന് 10 പേർ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രം പിടിച്ച്, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കയാൽ ഞങ്ങൾ നിങ്ങളോട് കൂടെ പോരുന്നു എന്ന് പറയും. ദൈവം നിങ്ങളുടെ കൂടെ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ പോരുന്നു എന്ന് പറയും. നോക്കിക്കേ, അപ്പൊ ഈ വാക്തത്വമാണ് അബ്രഹാമിനോട് പറഞ്ഞത്, നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞായിരിക്കുന്ന വാക്തത്വം അന്നാണ് നിറവേറുന്നത്. ഇന്നത്തെ സഭയല്ലത്. ഇന്നത്തെ സഭ മർമ്മമായിരുന്നു. മനസ്സിലാക്കണം. അബ്രഹാമിനടുത്ത വാക്തത്വത്താലല്ല ഇന്നത്തെ നമ്മുടെ രക്ഷ. ഇതൊന്നും അറിയാതെ പണ്ഡിതന്മാരെന്ന് അഭിമാനിക്കുന്നവർ പോലും പലതും പ്രസംഗിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് അയ്യോ പാവം തോന്നുന്നുണ്ട്. എന്ത് ചെയ്യാം? ഇനി ഞാൻ ചില വാക്യം വായിക്കട്ടെ. യെശയ്യാ പ്രവചനം 2-ാം അധ്യായം 2-ാം വാക്യം. യെശയ്യാ പ്രവചനം 2-ാം അധ്യായം 2-ാം വാക്യം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. അന്ത്യകാലം എന്ന് പറഞ്ഞിരിക്കുന്ന 1000 ആണ്ട് വാഴ്ചയാണ്. അന്നെന്തുണ്ടാവും? യഹോവയുടെ ആലയം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ, യെരൂശലേം ഏറ്റവും ഉയർന്ന സ്ഥലമായിരിക്കും. ആ പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും.
സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. എത്ര വ്യക്തമല്ലേ? സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. വ്യക്തമല്ലേ? വ്യക്തമല്ലേ? അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറുന്ന ആ വഴി കണ്ടോ? നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിലേക്ക് ചേർന്ന് ജാതികൾ രക്ഷപ്പെടണം. ഇത് ദൈവത്തിന്റെ പദ്ധതി. അതാ പണ്ടേ പറഞ്ഞത്. ഇന്നത്തെ സഭയെക്കുറിച്ചല്ല പണ്ട് അബ്രഹാമിനോട് പറഞ്ഞത്. പക്ഷെ പൗലോസ് പറയുന്നത് വ്യക്തമാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അങ്ങനെ അബ്രഹാമിന്റെ ആ നീതീകരണം പോലെ നമുക്ക് നീതീകരണം വന്നു. നമ്മൾ വിശ്വാസത്തിൽ നീതീകരണം വന്നു. അങ്ങനെ നമ്മൾ അബ്രഹാമിന്റെ മക്കളാണ്. അബ്രഹാം നമ്മുടെ അപ്പനാണ്. ഒക്കെ മനസ്സിലായോ? ഇത് വിശ്വാസം എന്ന വ്യവസ്ഥയിൽ മാത്രം. അല്ലാതെ അബ്രഹാമിനോടത്തെ വാക്തത്വത്താൽ അല്ല നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുന്നത്. അതിനിയും സംഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അന്ത്യകാലത്ത് അനേക ജാതികളും വരും. അങ്ങനെ സിയോനിലേക്ക് വരും. സിയോനിലെ സകല ജാതികളെയും ഭരിക്കുന്ന ദൈവത്തിന്റെ വചനം അവിടെ നിന്ന് പുറപ്പെടും എന്ന് വ്യക്തമായിട്ട് പറയാണ്. യിരെമ്യാ പ്രവചനം ഒരു വാക്യം കൂടെ ഞാൻ വായിച്ച് ആ കാര്യം ഞാൻ അവസാനിപ്പിക്കട്ടെ. യിരെമ്യാ പ്രവചനം അതിന്റെ 3-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. ആ കാലത്ത് യെരൂശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. ഏത് കാലത്ത്? ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചക്കാലത്ത്. ആ കാലത്ത് യെരൂശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. സകല ജാതികളും അവിടേക്ക്, യെരൂശലേമിലേക്ക് തന്നെ യഹോവയുടെ നാമനിമിത്തം വന്നു ചേരും. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ശാഠ്യപ്രകാരം ഇനി നടക്കുകയുമില്ല. നോക്കി എത്ര വ്യക്തമാണ്. ജാതികൾ അതിലേക്ക് വരും. ഒരുപാട് ജാതികൾ 1000 ആണ്ട് വാഴ്ചയിൽ യഹൂദ മതത്തോട് ചേർന്ന് നീതീകരിക്കപ്പെടും എന്നുള്ളതായിരിക്കുന്ന കാര്യം എത്ര വ്യക്തമാണ്. ഇന്നത്തെ പോലെയുള്ള രക്ഷയല്ല കേട്ടോ, സൗജന്യമായ രക്ഷയല്ല. ഇന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കുന്ന ഭാവി മഹത്വവുമല്ല അവർക്ക് കിട്ടുന്നത്. അവർക്ക് കിട്ടുന്ന മഹത്വം ഭൂമിയോട് ചേർന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊക്കെ പിന്നീട് ഞാൻ പറയാം. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മൾ നിത്യം സ്വർഗത്തിൽ ജീവിക്കേണ്ടവരാണ്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അബ്രഹാമിന്റെ വാഗ്ദത്തത്താൽ അല്ല നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ നമ്മുടെ രക്ഷാപദ്ധതി പൗലോസിന് വെളിപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്നായിരിക്കുന്ന മഹാരഹസ്യമാണ് എന്ന് നമ്മൾ പറയണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ഈ കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കണമല്ലോ. നമ്മൾ അതേ ഗലാത്യ ലേഖനത്തിലേക്ക് വരുന്നു, തിരിച്ചു വരുന്നു. ഗലാത്യ ലേഖനത്തിൽ നിന്ന് നമുക്ക് ആ തുടർന്നുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കുമ്പോൾ ഇത് കൂടുതൽ വ്യക്തമായിട്ട് തീരും. ഓക്കെ, എന്താ വായിച്ചത്? നമ്മൾ വായിച്ചത് 6-ാമത്തെ വാക്യം തൊട്ടാണ്. ഞാൻ ഒന്നുകൂടി വായിക്കാം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവനെ നീതിയായി കണക്കിട്ട് എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്ര അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവിൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. എന്നിട്ട് പറയാണ്, എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാവുന്നു. ന്യായപ്രമാണത്തിൽ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒക്കെയും ചെയ്യുവാൻ തക്കവണ്ണം ന്യായപ്രമാണ ശാപത്തിന് കീഴിലാവുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആവർത്തന പുസ്തകം 27-ന്റെ 26-ലാണ്. അതായത് ന്യായപ്രമാണം എല്ലാം എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞ് ഈ ന്യായപ്രമാണത്തിൽ ആശ്രയിച്ച് ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ, ഈ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയിൽ ജീവിക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് ആവർത്തന പുസ്തകം 27-ന്റെ 26-ൽ പറഞ്ഞു. അതാ പറഞ്ഞത് എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി. ഇപ്പൊ പൗലോസോട് പറഞ്ഞു വരുന്ന കാര്യം എന്താ? വിശ്വാസം മാത്രമാണ് രക്ഷയ്ക്കുള്ള ഏക വ്യവസ്ഥ. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഒരു മനുഷ്യൻ നീതിയിരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന്റെ കീഴിലാണ്. കാരണം എന്താ? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആവർത്തന പുസ്തകം 27-ന്റെ 26-ൽ എഴുതിയിരിക്കുന്നത് ഈ പുസ്തകത്തിലെ പ്രമാണങ്ങൾ അനുസരിക്കാത്തവനൊക്കെയും ശപിക്കപ്പെട്ടവൻ. ആ ശാപം ആരുടെ മേൽ വരും? ന്യായപ്രമാണം പരിപൂർണമായി ചെയ്തു തീർക്കാനായിട്ട് പറ്റാത്ത ബലഹീനനായിരിക്കുന്ന മനുഷ്യന്റെ മേൽ, യഹൂദന്റെ മേൽ ഈ ശാപം ന്യായപ്രമാണ പുസ്തകത്തിലൂടെ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ആ ന്യായപ്രമാണ പുസ്തകത്തില് ചെയ്തിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം, ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ.
എല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നോക്കിയേ, നമ്മൾ ഇന്ന് എന്തെങ്കിലും ന്യായപ്രമാണത്തിന്റെ പ്രവർത്തിയിലേക്ക് തിരിയുന്നുണ്ടോ? ഞാനതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞാണ്. നമ്മൾ പരിച്ഛേദന, ഞാൻ പറയട്ടെ, ഇന്നത്തെ ലോകത്തിലെ വിശ്വാസ സമൂഹം എന്ന് പറയുന്ന ഏവനും, പെന്തക്കോസുകാരാകട്ടെ, ബ്രദൻകാരാകട്ടെ, ബാപ്റ്റിസ്റ്റുകാരാകട്ടെ, ഏവരും പരിച്ഛേദന ഏൽക്കുന്നില്ലെന്നേ ഉള്ളൂ. മറ്റു പലതും അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് തുടരുന്നത്. പലതും ഞാനത് എന്തൊക്കെയാണെന്ന് മുൻ വീഡിയോകളിലൂടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും ആവർത്തിച്ച് പറഞ്ഞ് എൻ്റെ കേൾവിക്കാരെ മുഷിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ബോധം വരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് പറയുന്നത്. പരിച്ഛേദന ഏൽക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പറയോ ഞങ്ങൾ ന്യായപ്രമാണത്തിലല്ല വിശ്വസിക്കുന്ന, ക്രിസ്തുവിലാന്ന് പറയും. ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യും? ന്യായപ്രമാണത്തിന്റെ പല പ്രവൃത്തികളും ചെയ്യും, പിന്തുടരുകയും ചെയ്യും. പലതും അത് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെ. അതായത് വെള്ളത്തിലെ സ്നാനമടക്കമെല്ലാം ന്യായപ്രമാണത്തിലൂടെ വന്നതാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പലതും ദശാംശം ന്യായപ്രമാണത്തിന്റെ ഉപദേശമാണ്. നിങ്ങൾ ദശാംശം കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നത്. ഇതിൽ കൂടുതലൊക്കെ എന്തെന്ന് ഞാൻ പറയേണ്ടത്? ഇനി പള്ളി ക്രൈസ്തവരെ നോക്കുകയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അവരിനെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടാൻ വേണ്ടി നടക്കുക. ഞാൻ പറഞ്ഞല്ലോ, കുരിശ് ചുമട്, മാല കയറ്റം, തീർത്ഥാടനം, മുട്ടിലഴയിൽ, ഉരുളല് നേർച്ച, വഴിപാട്, പിന്നെ അങ്ങനെ ഒരുപാട് നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും എന്തിനു പറയണു, എന്തെല്ലാം ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുക? മെഴുകുതിരി കത്തിക്കുക, ഉള്ള വിഗ്രഹങ്ങളുടെ മുമ്പിലെല്ലാം കുമ്പിടുക. എന്താ ഞങ്ങളുടെ ബലഹീനതയാണ് ഞങ്ങളുടെ നാശത്തിന് കാരണം എന്ന് അവർക്കറിയാം. അതിന് രക്ഷ നേടാൻ ഞങ്ങളുടെ ശരീരത്തെ ഞങ്ങൾ തന്നെ ദണ്ഡിപ്പിക്കുക. ഞങ്ങൾ തന്നെ ദണ്ഡിപ്പിച്ചാൽ ഞങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന് അവർ വിശ്വസിക്കുന്നത്. എന്റെ പൊന്നെ, ഇതൊക്കെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാണ്. പരിശോധന ഏൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ഒന്നും ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ എണ്ണരുതേ. അതാ ഞാൻ പറഞ്ഞ ദശാംശം കൊടുക്കുന്നത് പോലും ന്യായപ്രമാണത്തിന്റെ ഉപദേശം. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വെള്ളത്തിലെ സ്നാനം ഒക്കെ ന്യായപ്രമാണത്തിൽ കൂടെ വന്നതാണ്. അല്ലാതെ എങ്ങനെയാ വെള്ളത്തിന്റെ സ്നാനം വന്നേ ലോകത്തിലേക്ക്? മനസ്സിലാക്കുക. എന്താണ് ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്തിൽ ആരും ദൈവസന്നദ്ധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് സ്പഷ്ടം. ന്യായപ്രമാണത്തിൽ ആരും ദൈവസന്നദ്ധി നീതീകരിക്കപ്പെടുകയില്ല. നമ്മളെങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചുയർത്ത യേശു ക്രിസ്തുവിലുള്ളായിരിക്കുന്ന പരിപൂർണമായിരിക്കുന്ന ആശ്രയവും വിശ്വാസവും മാത്രം. അതിനോട് ഇനി ഒന്നും വേണ്ട. എൻ്റെ പങ്കായിട്ട് ഇനി എനിക്ക് രക്ഷയ്ക്കായിട്ട് ഇനി ഒന്നും ചെയ്യാനില്ല. എനിക്ക് രക്ഷയ്ക്കുള്ളതെല്ലാം എൻ്റെ കർത്താവ് ചെയ്തു കഴിഞ്ഞു. അതാണ് നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണം എഴുതി കൊടുത്തപ്പോൾ തന്നെ അവർ പറഞ്ഞു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെ അത് എഴുതിയിട്ടുണ്ട്. വിശ്വാസത്താലാണ് നീതീകരണം എന്നുള്ളതിന് സൂചനകളോടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴെ പറയാണ് ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നുണ്ടല്ലോ. ന്യായപ്രമാണത്തിലൂടെയുള്ള ജീവിതം എന്താ അറിയോ? അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? മനസ്സിലായോ? ന്യായപ്രമാണം എന്താ പറഞ്ഞത്? അനീതിയായത് ചെയ്യരുത്, തെറ്റുകൾ ആവർത്തിക്കരുത്, പാപത്തിൽ വീഴരുത്, ദുഷ്ടത ചെയ്യരുത്, വഞ്ചന ചെയ്യരുത്, ചതി ചെയ്യരുത്, ഭോഷത്വമായിരിക്കുന്ന സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. അങ്ങനെ കുടുംബജീവിതത്തിന്റെ സുരക്ഷിതത്വം, വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധി, അതുപോലെ തന്നെ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ്, സമൂഹ ജീവിതത്തിൽ എങ്ങനെ, ഇസ്രായേൽ സാമൂഹികമായിട്ട് എങ്ങനെ ജീവിക്കണം, അവരുടെ രാജകീയമായിരിക്കുന്ന ക്രമീകരണങ്ങളിൽ എങ്ങനെ അവർ വശമതരായിരിക്കണം, ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? സാമൂഹികവും മതപരവും രാഷ്ട്രീയവും ഒക്കെ ആയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, കുടുംബപരവും വ്യക്തിപരവും മക്കളെ വളർത്തുന്ന കാര്യത്തിലും ജീവിതത്തിന്റെ നീതി സൂക്ഷിക്കുന്ന വിധത്തിലെല്ലാം ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിരിക്കുക. അതെന്തിനാ കൊടുത്തേ? അത് കൊടുത്തത് അത് പ്രകാരം ജീവിച്ചാൽ അവന്റെ ജീവിതം നന്നായിരിക്കും. കാര്യം മനസ്സിലായി? അതിന് പ്രകാരം ന്യായപ്രമാണ പ്രകാരം ജീവിച്ചാൽ അവന്റെ ജീവിതം നന്നായിരിക്കും എന്ന്. നിത്യരക്ഷ കിട്ടും എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആത്മരക്ഷ കിട്ടും എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതിന് പ്രകാരം ജീവിച്ചാൽ അവന്റെ ജീവിതം നന്നാകും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇന്ന് സമൂഹത്തിലേക്ക് നോക്കിയേ, ദുഷ്ടത ചെയ്ത് പാപം ചെയ്ത് അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുടിയന്മാരായൊക്കെ ജീവിക്കുന്നവരുടെ കുടുംബം അലവലാതി പിടിച്ചു പോയില്ലേ? അതല്ലാതെ മറ്റ് പാവപ്രവർത്തികൾ ചെയ്യുന്നവരുടെ കുടുംബം അവരെ അലവലാതി പിടിച്ചു പോയില്ലേ?
അതെല്ലാം ഒരുതരം തകർച്ചയ്ക്ക് കാരണമായില്ലേ? നന്നായി ജീവിക്കുന്നവരുടെ കുടുംബമോ, ലോകപ്രകാരമുള്ളായിരിക്കുന്ന വലിയ തെറ്റുകളൊന്നും ചെയ്യാതെ ഒരുവിധമൊക്കെ നീതിയോടെ നന്നായിട്ട് ജീവിക്കുന്നവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നില്ലേ? അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നില്ലേ? അവരുടെ കുടുംബജീവിതം, അവരുടെ ഭാവി തലമുറ അനുഗ്രഹിക്കപ്പെടുന്നില്ലേ? എന്നാൽ ഈ വിധത്തില് തകർന്ന് ജീവിക്കുന്നവരുടെ കുടുംബം തകർന്നു പോയിട്ടില്ലേ? നോക്കിയേ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അതുകൊണ്ട് ഇവിടെ പറയാം, ന്യായപ്രമാണവും അത് തന്നെ കൊടുക്കുന്ന ഉപദേശം. അത് ചെയ്യുന്ന മനുഷ്യൻ അതിനെ ജീവിക്കും. കാരണം അത് ജീവിതത്തിന്റെ നന്മയ്ക്കായിട്ടുള്ളായിരിക്കുന്ന സതുപദേശങ്ങൾ അതിനകത്തുള്ളത്. അത് ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ നന്മയ്ക്കായിട്ടുള്ള സതുപദേശങ്ങൾ അതിനകത്തുള്ളത്. അത് ചെയ്യുന്ന മനുഷ്യന് അതിനാൽ ജീവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ 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 മനസ്സിലാക്കണം. ഓക്കെ, അതിന്റെ താഴേക്ക് വായിക്കുക. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാണല്ലോ ഉള്ളത്. ന്യായപ്രമാണത്തിന് വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. ആവർത്തന പുസ്തകം 21:23 ഇവിടെ ഉദ്ധരിക്കുന്ന വാക്യം. ഏതാ? മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്. അതായത് ആവർത്തന പുസ്തകം 21 വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്, ഒരുത്തിന്റെ ശവം മരത്തിന്മേൽ തൂക്കിയിട്ടാൽ, അല്ലെങ്കിൽ കൊന്നിട്ട് മരത്തിൽ തൂക്കിയാലും അല്ലാതെ മരത്തിൽ തൂങ്ങിയാലും അവന്റെ ശവം വൈകുന്നേരം വരെ സൂര്യൻ അസ്തമിക്കുന്നവരെ എന്ത് ചെയ്യരുത്? മരത്തിന്മേൽ തൂങ്ങി കിടക്കരുത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ വെളിച്ചം മാറി ഇരുള് വരുന്നതിന് മുമ്പേ ആ ശവത്തെ ഇറക്കണം, താഴെ ഇറക്കണം. കാരണം എന്താന്ന് വെച്ചാൽ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനല്ലോ എന്ന് ആവർത്തന പുസ്തകം 21:23 പറഞ്ഞിട്ടുണ്ട്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്തിനാ മരക്കുരിശ് തന്നെ മരണത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത്? കർത്താവ് മരക്കുരിശിൽ തന്നെ മരിക്കണമെന്ന് തീരുമാനിച്ചതിനാ. ഈ ന്യായപ്രമാണത്തിന്റെ ശാപം ഉണ്ടല്ലോ, അത് ചെയ്യാത്തവൻ, ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്ന ശാപം, ആ ശാപം നമുക്കെല്ലാവർക്കും വേണ്ടി ഏറ്റെടുത്ത് നമ്മളിൽ നിന്ന് ആ ന്യായപ്രമാണത്തിന്റെ ശാപം നീക്കിക്കളയാൻ വേണ്ടിയിട്ടാണ് മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടിരിക്കുന്നവൻ എന്നുള്ളതായിരിക്കുന്ന തിരുവെഴുത്തിൻ പ്രകാരം നമ്മുടെ കർത്താവും മരക്കുരിശ് തന്നെ മരണത്തിനായിട്ട് തിരഞ്ഞെടുത്തത്. അതിനുവേണ്ടി ഒഴുകിയ വഴികളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എത്ര അതിശയകരമായിരിക്കുന്ന വഴികളാണ്. റോമൻ ഗവൺമെന്റ് ആ കാലത്ത് ഭരണം നടത്താനും ആ സമയത്ത് തന്നെ ക്രിസ്തു വന്ന് മരിക്കാനൊക്കെ കാരണമായത് റോമൻ ഗവൺമെന്റ് അല്ലായിരുന്നു. യഹൂദന്മാർ തന്നെയാണ്. അവരുടെ രാജ്യം സ്വതന്ത്രമായിരിക്കുകയായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു കൊല്ലുക? കല്ലെറിഞ്ഞു കൊന്നനെ, കർത്താവിനെ കല്ലെറിഞ്ഞു കൊന്നനെ. എന്നാൽ ഈ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ വരികയില്ലായിരുന്നു. മനസ്സിലാക്കണം. അപ്പൊ ന്യായപ്രമാണം എന്ന് പറയുന്നത് പിന്നെ ശാപത്തിന്റെ ശുശ്രൂഷയാണ്. ന്യായപ്രമാണത്താൽ ഒരു ജഡവും പെടുകയില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം വളരെ വ്യക്തമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം ആണ്. ഞാൻ യഹസ്കേൽ പ്രവചനം അതിൻ്റെ 20-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം, ന്യായപ്രമാണത്തെക്കുറിച്ചൊരു വാക്യം നിങ്ങൾക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. യഹസ്കേൽ പ്രവചനം അതിൻ്റെ 20-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാമേ. ന്യായപ്രമാണത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നവിടെ കൊടുത്തിട്ടുണ്ട്. സോറി, ഒരു മിനിറ്റ്, ഞാനൊന്ന് എടുത്തോട്ടെ. എന്താണ്? ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു, രാജ്യങ്ങളിൽ ചിതറിച്ച് കളയുമെന്ന് മരുഭൂമിയിൽ വെച്ച് കൈ ഉയർത്തി അവരോട് സത്യം ചെയ്തു. ആരോട്? ഇസ്രായേലിനോട് ഞാൻ സത്യം ചെയ്തു എന്ന് പറയുകയാണ്. എന്നിട്ട് അതിന്റെ 25-ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്. 24-25 യഹസ്കേൽ പ്രവചനം 20-ാം അധ്യായം 24-25 ഞാൻ വായിക്കുന്നത്. ഞാൻ സത്യം ചെയ്തു, ഞാൻ അവർക്ക്, അവിടെ പറയുകയാണ്, കൈ ഉയർത്തി അവരോട് സത്യം ചെയ്തു, ഞാൻ അവർക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങളെയും ജീവരക്ഷ പ്രാപിപ്പാൻ ഉതകാത്ത വിധികളെയും കൊടുത്തു. ഞാൻ അവർക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങളെയും ജീവരക്ഷ പ്രാപിപ്പാൻ ഉതകാത്ത വിധികളെയും കൊടുത്തു. ഞാൻ യഹോവ എന്ന് അവർ അറിവാൻ തക്കവണ്ണം ഞാൻ അവരെ ശൂന്യമാക്കേണ്ടതിന് അവർ എല്ലാ കടിഞ്ഞൂലുകളെയും അഗ്നിപ്രവേശം ചെയ്യിച്ചതിനാൽ ഞാൻ അവരെ അവരുടെ സ്വന്തം വഴിപാടുകളിൽ അശുദ്ധമാക്കി. എന്തെന്നാ പറഞ്ഞേ? ന്യായപ്രമാണത്തെ കുറിച്ച് എന്താ പറഞ്ഞേ? ഞാൻ അവർക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങളെയും
ജീവരക്ഷ പ്രാപിപ്പാൻ ഉതകാത്ത വിധികളെയും കൊടുത്തു. ന്യായപ്രമാണം എന്താ? ആത്മരക്ഷയ്ക്ക് ആവശ്യമായതാണ്. ന്യായപ്രമാണം അതിൽ തന്നെ ഒരു തെറ്റുമില്ല കേട്ടോ. ന്യായപ്രമാണം വിശുദ്ധമാണ്, യോഗ്യമാണ്, ദൈവം കൊടുത്ത പ്രമാണമാണ്. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. അത് ചെയ്തനുസരിച്ച് ജീവിക്കുന്നവൻ നല്ല ജീവിതത്തോടെ അവന്റെ കുടുംബവും തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടും. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. എന്നാൽ ന്യായപ്രമാണത്തിൽ എന്തില്ല? ജീവനില്ല. ജീവരക്ഷ പ്രാപിക്കാൻ കഴിയാത്തായിരിക്കുന്ന ന്യായപ്രമാണമാണ്. അത് ചെയ്യാത്തവനോ ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് ന്യായപ്രമാണം ശാപത്തിന്റെ ശുശ്രൂഷയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്താലല്ല നാം വിശ്വാസികളായിരിക്കുന്നത്, എന്നാൽ അബ്രഹാമിന്റെ വിശ്വാസമാണ് നമുക്കും രക്ഷയ്ക്ക് ആധാരം. വിശ്വാസം എന്ന വ്യവസ്ഥ മാത്രമാണ് രക്ഷയ്ക്ക് ആധാരം. അതാണ് പൗലോസ് റോമാലേഖനം 4 അധ്യായത്തിലും ഗലാത്യലേഖനം 3 അധ്യായത്തിലും പറഞ്ഞു വരുന്നത്. എൻ്റെ കേൾവിക്കാരെ അവരെയും അനുഗ്രഹിക്കട്ടെ.